എല്ലാവർക്കും നമ്മുടെ രുചി കലവറ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് ആദ്യത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ചട്ടിയിലിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, 1 കട്ട ശർക്കര, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് മാമ്പഴം നന്നായി വെന്തു വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ, 4 ചെറിയ ഉള്ളി, 1/2 സ്പൂണ് നല്ല ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ഇപ്പോൾ മാമ്പഴം നന്നായി വെന്ത് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/4 കപ്പ് തൈര് ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/2 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വറുത്തിടുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് വറുത്ത് കോരുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.